സ്മൃതി, ഇന്ന് പുലർച്ചെ 2:30 വലിയൊരു ശബ്ദം കേട്ടു. സമീപത്തുള്ള ആളുകളെല്ലാം വന്ന് നോക്കിയപ്പോഴാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂരയിലെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 54 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ്. 2.5 വർഷം മാത്രമാണ് നിർമ്മാണം പൂർത്തിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സി രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് MLA ആയിരിക്കുമ്പോൾ, കൊടകര MLA ആയിരിക്കുമ്പോൾ അനുവദിച്ച MLA ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 10 വർഷത്തിലധികം എടുത്താണ് ഈ നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂരയുടെ സീലിംഗ് ആണ് 2.5 വർഷം കഴിയുമ്പോഴേക്കും തകർന്നു വീഴുന്ന സാഹചര്യം. നിർമ്മാണത്തിലെ അഴിമതിയാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ പരാതി, ഈ നിർമ്മാണം ശരിയല്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതല്ലേ ജേസൺ? സീലിംഗുകൾ തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയും അതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്ര 54 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു സംവിധാനം വെറും 2.5 വർഷം കൊണ്ട് കേടുവരിക, തകർന്നു വീഴുക. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് കുട്ടികളില്ലാതിരുന്ന സമയത്താണ്, പുലർച്ചെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നാണ് ആശ്വാസകരമായ കാര്യം.